നമ്മുടെ ബഡ്ജീസിൻ്റെ കുഞ്ഞുങ്ങൾ നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ അവരെ ചെയ്യേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാവും. കോളനിയിലാണെങ്കിലും ബ്രീഡിംഗ് കേജിലാണെങ്കിലും നെസ്റ്റ് ഔട്ട് ആയ കുഞ്ഞുങ്ങളെ പേരൻസോ അല്ലെങ്കിൽ മറ്റ് കിളികളോ ഉപദ്രവിക്കുന്നത് കാണാറുണ്ട്. സിംഗിൾ ബ്രീഡിംഗ് കേജിലാണെങ്കിൽ അമ്മക്കിളി വീണ്ടും മുട്ടയിടാനായിട്ട് പോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഈ പോട്ടിലേക്ക് ഈ നെസ്റ്റ് ഔട്ട് ആയ കുഞ്ഞുങ്ങൾ വീണ്ടും കയറാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അമ്മക്കിളി അവരെ കൊത്തും. അച്ഛൻ്റെ പുറകെ തീറ്റ ചോദിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനും അവരെ കൊത്തി ഓടിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നെസ്റ്റ് ഔട്ട് ആയി തനിയെ ഫുഡൊക്കെ കൊത്തിപ്പറക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ മറ്റൊരു കേജിലേക്ക് മാറ്റുക എന്നതാണ്. ഇതായിരിക്കും സേഫ്. സെമി അഡൽട്ട് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ബേഡ്സിനെയും കൂടി വേണമെങ്കിൽ ഇവരുടെ കൂടെ ഇടാം. പക്ഷേ ഉപദ്രവിക്കാത്ത ബേഡ്സ് ആണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇലകളും സോഫ്റ്റ് ഫുഡ്, തീന ഇവയൊക്കെ ധാരാളമായിട്ട് കേജിൽ വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് പെട്ടെന്ന് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സ് ആയിട്ട് മാറും. ഇങ്ങനെ മാറ്റിയിട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നിരീക്ഷിക്കണം. ചിലപ്പോഴൊക്കെ നെസ്റ്റ് ഔട്ട് ആയ കുഞ്ഞുങ്ങൾ തനിയെ ഭക്ഷണം കഴിക്കാൻ അറിയാത്തത് കാരണം വീക്കായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്ത് വിടുന്നതും നല്ലതാണ്. നമ്മൾ വേണ്ട വിധം ശ്രദ്ധിച്ചാൽ നെസ്റ്റ് ഔട്ട് ആയതിനു ശേഷവും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.